മനുഷ്യൻ്റെ ബുദ്ധിപരമായ വികാസം നടക്കുമ്പോഴും വേറെ വശത്ത് നിങ്ങൾ നോക്കൂ, മനുഷ്യൻ ഇത്രയൊക്കെ അറിവും ഇത്രയൊക്കെ കഴിവും ഇത്രയൊക്കെ സമൃദ്ധിയും ഉണ്ടായിട്ടും മാനസികമായി വളരെയധികം ഇന്ന് പണ്ടത്തേതിനേക്കാളും സ്നേഹം ഇല്ല, കെയർ ഇല്ല, ഒറ്റപ്പെടുന്നു. അതുപോലെ തന്നെ രോഗങ്ങൾ, പല പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ടെൻഷൻ ഒരു ഭാഗത്ത്, അങ്ങനെ 100,000 മാനസിക പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ ബുദ്ധിപരമായി അറിവും കഴിവുമുണ്ടെങ്കിലും മാനസികമായിട്ടൊരു മനോബലവും ധൈര്യവും ശക്തിയും കരുത്തുമില്ലാതെ ദുർബലരായിരിക്കുന്ന അവസ്ഥ. ബുദ്ധിക്ക് അറിവുണ്ട്, പക്ഷെ മനസ്സിന് ശക്തിയില്ല. മനുഷ്യൻ്റെ അവസ്ഥയാണത്. ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ് ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 5000 വർഷം മുമ്പ് ഈ കാര്യം നമ്മളെ അർജുനനിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് വേദവ്യാസ മഹർഷി. ബുദ്ധിപരമായ എല്ലാ അറിവുമുണ്ട്, പക്ഷെ മാനസികമായി വളരെ തളർന്ന അർജുനൻ. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഈ മാനസികാവസ്ഥയിൽ നിന്നും അർജുനനെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് വെച്ചാൽ ദൗർബല്യത്തിൽ നിന്നും ധീരതയിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഡോക്ടർ ആവലും എഞ്ചിനീയർ ആവലും അല്ലെങ്കിൽ എനിക്ക് കലക്ടർ ആവണം. ഇതൊക്കെ സ്കൂളുകളിൽ കുട്ടികളെ ടൈപ്പ് റെക്കോർഡർ പറയുന്ന പോലെയൊക്കെ റെക്കോർഡ് ചെയ്തു പറയുന്ന പോലെ അങ്ങനെ പറയിപ്പിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം? അതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്ന മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. ആദ്യം തന്നെ അവന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഏകാഗ്രതയും. പ്രധാനപ്പെട്ട 2 കാര്യം, ഏകാഗ്രതയും അതുപോലെ രണ്ടാമത്താണ് കോൺഫിഡൻസ്, അതായത് മനോബലവും. അതിന് പറയാം ചിത്തത്തിനുണ്ടാകുന്ന എന്താണ് സമത്വം, സമചിത്തത എന്നൊക്കെ പറയില്ലേ, ഒരു സമബുദ്ധിത്വം. അപ്പോൾ ഈ തരത്തിൽ ഒരു ഏകാഗ്രതയും അതുപോലെ ട്രാങ്ക്വിലിറ്റിയും എല്ലാവർക്കും വേണ്ടുന്ന 2 കാര്യമാണ്. സത്യത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ ബുദ്ധിയും വികസിക്കും, മനസ്സിന് ശക്തിയും വർദ്ധിക്കും. ബുദ്ധി വർദ്ധിക്കാനുള്ള വഴി ഏകാഗ്രത വർദ്ധിപ്പിക്കുകയാണ്. അപ്പം മനസ്സ് ഏകാഗ്രമാവാനാണ് നമുക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, പ്രണവോപാസനയൊക്കെ കൃത്യമായിട്ട് ഡെയിലി ഒരു 10-21 പ്രാവശ്യം ചെയ്തു നോക്കൂ. കുറേ ദിവസം കൊണ്ട് മനസ്സൊരേ മന്ത്രത്തിൽ തന്നെ അങ്ങനെ ഏകാഗ്രമാക്കി 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 അങ്ങനെ കടന്നു പോകുമ്പോൾ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കും. സംശയിക്കേണ്ട, മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കും. ഇതുപോലെ ഒരു മന്ത്രജപത്തിലൂടെ നിരന്തരം മനസ്സിൽ അങ്ങനെ ഒരു